അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം മൊത്തം ഉമ്മച്ചീൻ്റെ വീട്ടിലാണ് നിന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കറണ്ട് ഇല്ലായിരുന്നതുകൊണ്ട്. അപ്പുറത്താകുമ്പോൾ ഇൻവെർട്ടർ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ആകുമ്പോഴത്തേനും ഓൾറെഡി ഭയങ്കര ചൂടാണ്. അതിൻ്റെ പുറത്ത് കറണ്ടും കൂടെ പോകുമ്പോൾ പിള്ളേർ ഒന്നും കഴിക്കുകയില്ല, ഉറങ്ങേയില്ല, എൻ്റെ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് ഞാൻ കൂടും കിടക്കയൊക്കെ ആയിട്ട് ഞാൻ രാവിലെ തന്നെ ഉമ്മച്ചീൻ്റെ അടുത്ത് ഷിഫ്റ്റായി. അപ്പോൾ ആ ദിവസം ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്നുള്ളത് ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പോട്ടെ. അപ്പോൾ അതാണ് ഞാൻ അന്ന് പ്രിപ്പയർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഒരു കറി മാത്രം ഇച്ചിരി സ്പെഷ്യലാണ്. സീസണൽ കറിയാണ്, മാംഗോ സീസൺ ആണല്ലോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാതെ എങ്ങനെയാണ്? അതുകൊണ്ട് മാമ്പഴ പുളിശ്ശേരി വെച്ചു. മാമ്പഴ പുളിശ്ശേരി വയ്ക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു മാങ്ങകളുണ്ട്, പഴുത്ത നല്ല കുഞ്ഞു മാങ്ങകളുണ്ടാവും. അപ്പം അതാണ് വാങ്ങിക്കേണ്ടത്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ആ ഒരു കൊതിയുള്ളത് കാരണം ഞാൻ അല്ലാണ്ട് 3 മാങ്ങ വാങ്ങിച്ച്, നല്ല പഴുത്ത മാങ്ങ വാങ്ങിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തു. നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ തന്നെ എടുക്കണം കേട്ടോ മാമ്പഴ പുളിശ്ശേരിക്ക്. എനിക്ക് ഇച്ചിരി വലിയ മാങ്ങയാണ് ഞാൻ എടുത്തത്. ഇത് ഇതുവരെ എത്തിയില്ലല്ലേ. ഇത് പൂ കായ്ക്ക എൻ്റെ ഉമ്മച്ചിയുടെ പരിപാടികളൊക്കെയാണ്. ഉമ്മച്ചിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, ഈ പൂ കാച്ചിയുടെയൊക്കെ. നമുക്കിതൊന്നും പറ്റില്ല. അപ്പം മാമ്പഴ പുളിശ്ശേരി 3 വലിയ മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല പഴുത്തത്. പച്ചമുളക് ഒരു 4 എണ്ണം നെടുകെ മുറിച്ചതും, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിൽ തിളപ്പിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. പിന്നെ അതിൻ്റെ കൂട്ടിനായിട്ട് തേങ്ങ ചിരണ്ടിയത് ഒരു 4-5 കുഞ്ഞുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകം, ഈ അരഞ്ഞ് കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ ആക്കിയെടുത്തതിന് ശേഷം നല്ല തിളച്ച നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇല്ലേ, അതിൽ ഈ സംഗതി ഒഴിച്ചു കൊടുക്കുക, ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തു കേട്ടോ, കാരണം തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചാൽ കറി വേറെ വിധത്തിലായിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ചേർത്ത് താളിച്ച് അതിലോട്ട് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാമ്പഴ പുളിശ്ശേരി കൂട്ടാം. പിന്നെ ക്യാരറ്റ് തോരൻ എല്ലാവർക്കും അറിയായിരിക്കും. കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്തതിന് ശേഷം നല്ല കുരുകുരാന്നരിഞ്ഞ ക്യാരറ്റ് ഇതിൽ ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാണ്ട് നോക്കണം, അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അതാണ് സംഭവം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതിലോട്ട് വേണ്ടിയിട്ട് നേരത്തെ നമ്മളെടുത്ത അതേ കൂട്ട് തന്നെ തേങ്ങ ചിരണ്ടിയത്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ജസ്റ്റ് ചതച്ചെടുക്കണം, ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് കുക്കായ നമ്മുടെ ക്യാരറ്റിലോട്ട് നമ്മൾ ഈ ചതച്ച കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ വഴറ്റി, അതായത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ക്യാരറ്റ് തോരനും സെറ്റായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് മീൻ പൊരിച്ചതും പിന്നെ ചമ്മന്തി. മീൻ പൊരിച്ചത് വലിയ സ്പെഷ്യൽ ചേരുവകളൊന്നുമല്ല, ജസ്റ്റ് എല്ലാ പൊടികളും, എല്ലാ സ്പൈസ് പൗഡേഴ്സൊക്കെ ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടിയില്ല, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഇച്ചിരി ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത്, നാരങ്ങ പിഴിഞ്ഞത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പൊരിച്ചെടുത്തു. പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ആ ഒരു ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തി എല്ലാം കൂടെ വെച്ച് കഴിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് വരുന്ന ഒരു സാധനം മാമ്പഴ പുളിശ്ശേരിയാണ്. അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, കാരണം മാമ്പഴം നമുക്ക് സീസണലാണല്ലോ. ഈ സീസണിനല്ലാണ്ട് വേറെ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയ മാങ്ങ അങ്ങനെ പ്രത്യേകിച്ച് കിട്ടൂലായിരിക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രഹസനം കാണിക്കാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സംഗതിയാണ് കേട്ടോ ഈ മാമ്പഴ പുളിശ്ശേരി. പണ്ടൊന്നും എനിക്ക് ഈ മധുരം ഉള്ളത് കാരണം എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സെപ്പറേറ്റ് ഫാമിലി ആകുമ്പോൾ നമുക്കെല്ലാം ഇഷ്ടപ്പെടും, നമ്മളുണ്ടാക്കുന്ന എല്ലാം നമുക്ക് ഇഷ്ടപ്പെടും.
ഇത് വെറുതെ പറഞ്ഞല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ നിന്ന് കളിക്കുവാണ്, അത്രേ ഉള്ളൂ. എല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. 2 3 start. 2 3 4 5 6 7 8 9 10. Okay, start. Let's start. Play. Play. Aishu, ball കളിക്ക്. Kick.